അപ്പൊ തുടങ്ങാം. ലെന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും. ചിലർ പറയും ലെന കിളി പോയി എന്നാ തോന്നണേന്ന് പറയും. ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം. ഇത്തരത്തിലുള്ള കമന്റ്സ് തീർച്ചയായിട്ടും ലെനയും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവന്റെ തലയ്ക്കല്ല വെളിവില്ലെന്നാ തോന്നുന്നത്. ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ. സോഷ്യൽ മീഡിയ. ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ്വലി പോസ്റ്റ് ചെയ്യുന്നത്? സയന്റിസ്റ്റ്, ഓത്തേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഫേമസ് ആർട്ടിസ്റ്റ്, പ്രൊഫസേഴ്സ്, അവരൊക്കെയാണോ? അല്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത്. ദൈവമേ, എന്റെ കാര്യം പോക്ക. ഞാൻ അറിഞ്ഞത് ഫൈറ്റർ പൈലറ്റ്സ്, ആസ്ട്രോനോട്ട്സ്, സയന്റിസ്റ്റ്, റൈറ്റേഴ്സ്, ഓത്തേഴ്സ്, പോയറ്റ്സ്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. താങ്ക് യു സോ മച്ച്. ഇറ്റ് ബ്രോട്ട് സോ മച്ച് ക്ലാരിറ്റി ടു മൈ ലൈഫ്. എനിക്ക് ഒരുപാട് സാന്ത്വനം കിട്ടി. എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫിലേക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടി. കുറേ ആൾക്കാർക്ക് സ്പിരിച്വലി അവരുടെ സ്പിരിച്വൽ സെർച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ധൈര്യം കിട്ടി. ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഇവർ ബഹളം വെച്ചതുകൊണ്ട് സാധാരണ സോഷ്യൽ മീഡിയ അധികം ശ്രദ്ധിക്കാത്ത ഈ വേറെ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കമൻറ്റും വായിക്കാനിരുന്നാൽ എൻ്റെ നിലവാരം എന്താവും? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്നായിട്ടുള്ള കാര്യങ്ങൾ. സോ അതൊക്കെ അറിയാനായിട്ട് യു ഷുഡ് നോ, അല്ലെങ്കിൽ നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ. പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് ലൈഫിൽ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ? ശ്രദ്ധിക്കൂ, ഈ അഡ്വൈസ് തന്ന ആൾക്കാർ ആക്ച്വലി ലൈഫിൽ എന്താ ചെയ്യുന്നത്? അവരുടെ ജോലി എന്താണ്? അവർ ആക്ച്വലി എന്താ ചെയ്യുന്നത്? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. അതെ, ട്രൂ. എനിക്കിതാണ് ശരി. സോ ഞാൻ ഈ റൂട്ടിൽ കൂടിയാണ് പോണത്. സോ നിങ്ങളും ഇതേ റൂട്ടിൽ കൂടെ തന്നെ വരൂ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും അതേ മേഖലയിലല്ലല്ലോ. അതെ, വെൽ സെഡ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.